ലോകത്തിലെ താൽക്കാലിക മഹത്വത്തിൻ്റെ വഴിയല്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ചും യുവാക്കളൊക്കെ ഇതൊരു നാണക്കേടായിട്ടൊക്കെ കാണുന്ന ഒരു കാലഘട്ടമാണ്. അവിടുത്തെ പിടിച്ച് രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു ജനക്കൂട്ടം, അകന്നുപോയ ജനക്കൂട്ടങ്ങളിൽ 13-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ലൂയിസ് 9th ഓഫ് ഫ്രാൻസ് എന്ന പേരിലുള്ള ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. പിതാവിൻ്റെ മരണശേഷം വെറും 12-ാം വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഫ്രാൻസിൻ്റെ രാജാവായി. അത്ര ചെറുപ്പത്തിൽ തന്നെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നിൻ്റെ അധികാരം ലൂയിക്ക് ലഭിച്ചു. ഒരു രാജാവിന് ആഗ്രഹിക്കുന്നതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു: സമ്പത്ത്, അധികാരം, സൈന്യം, രാജകൊട്ടാരം. എന്നാൽ ലൂയിയുടെ ജീവിതത്തിൽ ഒരു വലിയ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. തൻ്റെ അധികാരവും സമ്പത്തും സ്വന്തം സുഖത്തിനായി മാത്രം ഉപയോഗിക്കുമോ, അതോ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുമോ? കാലം കടന്നുപോയി. ലൂയി ഒരു നല്ല ഭരണാധികാരിയായി മാത്രമല്ല, വിശ്വാസവും കരുണയുമുള്ള മനുഷ്യനായും അറിയപ്പെട്ടു. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ പരിചരിക്കുകയും സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പലപ്പോഴും പറഞ്ഞു, രാജാവായതിനാൽ സാധാരണക്കാരിൽ നിന്ന് അല്പം അകലം പാലിക്കണം. എന്നാൽ ലൂയി തൻ്റെ ജീവിതത്തിലൂടെ മറുപടി നൽകി. രാജപദവി ഒരു പ്രത്യേക അവകാശം മാത്രമല്ല, ദൈവത്തിന് മുമ്പിലുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ എൻ്റെ ഈ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ലൂയിക്ക് ജീവിതത്തിൽ സുഖവും ആഡംബരവും തിരഞ്ഞെടുക്കാൻ അനേകം അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴിയാണ് തിരഞ്ഞെടുത്തത്. വിശുദ്ധ നാടിനായുള്ള ഒരു യാത്രയിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. കഷ്ടപ്പാടും തടവിലും ആയിരുന്നപ്പോഴും അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. യഥാർത്ഥ മഹത്വം ഒരു രാജ്യത്തിൻ്റെ വലിപ്പത്തിലല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നന്മയിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിച്ചു. 1270 അദ്ദേഹം മരിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ശക്തനായ രാജാവായി മാത്രം ഓർത്തില്ല, ദൈവത്തിൽ വിശ്വസിച്ച, ഒന്നാമതായി ദൈവത്തിന് പ്രാധാന്യം നൽകിയ ഒരു മനുഷ്യനായി കണ്ട് അദ്ദേഹത്തെ ലോകം ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അധികാരത്തിൻ്റെയും സുഖത്തിൻ്റെയും ലോകത്തിലെ താൽക്കാലിക മഹത്വത്തിൻ്റെ വഴിയല്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്. സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിത്യമായ ലക്ഷ്യത്തിലേക്കുള്ള വഴി അദ്ദേഹം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ കിരീടം ഒരിക്കൽ നഷ്ടപ്പെട്ടു, രാജകൊട്ടാരം നിലനിന്നില്ല, അദ്ദേഹത്തിൻ്റെ രാജ്യം ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. എന്നാൽ തൻ്റെ ഹൃദയത്തിലെടുത്ത തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ നിത്യഭാവിയെ നിർണയിച്ചു. നമ്മുടെ ജീവിതത്തിലും ഓരോരുത്തർക്കും ഒരു കിരീടം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾ, അവസരങ്ങൾ, ബന്ധങ്ങൾ, സമയം. ചോദ്യം ഇതാണ്: ഇവയെല്ലാം ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് മാത്രമായാണ് ഉപയോഗിക്കുന്നത്, അതെയോ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നുണ്ടോ? നിത്യജീവനെക്കുറിച്ച്, നശ്വരമായ അപ്പത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഈശോയുടെ വചനങ്ങൾ കേട്ട് ശിഷ്യന്മാർ അവനെ ഉപേക്ഷിച്ചു പോകുന്നു. 67-ാം വാക്യത്തിൽ യേശു 12 പേരുടെ നേരെ തിരിഞ്ഞ് ചോദിക്കുകയാണ്: നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവോ? ജനക്കൂട്ടം എല്ലാവരും ഉപേക്ഷിച്ചു പോവുകയാണ്. വലിയൊരു വിഭാഗം ആളുകൾ തന്നിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ തൻ്റെ സ്വന്തം ശിഷ്യന്മാർക്കും അത് ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന യേശുവിനറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് ഈ ചോദ്യം ചോദിക്കാൻ നിർബന്ധിതനാകുകയാണ്. അവിടെ നമ്മോടും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്: നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വലിയൊരു ജനക്കൂട്ടം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ നാണക്കേടായി കാണുന്ന ഒരു സമൂഹ നിർമ്മിതിയിലാണ് നാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ വിട്ടുപിരിയുന്നതാണ് ഈ രംഗം. ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ കൃത്യമായി സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ? സഭയിൽ അംഗമായിരിക്കുന്നത്, കൂദാശകൾ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ചും യുവാക്കളൊക്കെ ഇതൊരു നാണക്കേടായിട്ടൊക്കെ കാണുന്നൊരു കാലഘട്ടമാണ്. കാരണം ഇന്നത്തെ സംസ്കാരം നമുക്ക് മുൻപിൽ വെക്കുന്ന വെല്ലുവിളിയാണിത്. ഉദാഹരണത്തിന്, ഭൂരിപക്ഷം വിദ്യാർത്ഥികളും സ്വയം അറിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നവരാണ്, സ്വയം പ്രാപ്തനാണ്. നമുക്ക് നന്മകളുണ്ട്, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം സാധ്യമാണ്. ഇച്ഛാശക്തി, കഠിന പ്രയത്നം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാണെന്ന് വിശ്വസിക്കുകയാണ്, പോസിറ്റീവ് തിങ്കിങ് ഒക്കെ പറഞ്ഞിട്ട്. അടിസ്ഥാനപരമായി നമുക്കെല്ലാം നമ്മുടേതായ സത്യമുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അവിടെ ദൈവത്തിന് വലിയ സ്ഥാനമില്ല. യേശുവിൻ്റെ രക്ഷ, കൃപയിലുള്ള ജീവിതം, കൗദാശിക ജീവിതം എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ആളാകണമെങ്കിൽ അത് മറ്റുള്ളവർ അറിയുന്ന രീതിയിൽ പ്രഘോഷിക്കാനും അത് ജീവിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ വലിയ സമ്മർദ്ദം നമുക്ക് അനുഭവപ്പെടും. നമ്മളെപ്പോലെ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മറ്റു വിദ്യാർത്ഥികളെ നമ്മൾ അല്ലെങ്കിൽ യുവാക്കളെ ചുറ്റും തിരയുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അധികം പേരൊന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം.
യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഈ രംഗം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും എത്ര ശക്തമായി നേരിട്ട് ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ആയിരങ്ങൾ വെറുപ്പോടും അമർഷത്തോടും യേശുവിനെ വിട്ടുപോകാണ്. അവശേഷിക്കുന്ന ചുരുക്കം ചില ശിഷ്യന്മാരോടൊപ്പം അവിടെ യേശു നിൽക്കുകയാണ്. നമ്മളും ഇന്ന് നിൽക്കുന്നത് മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മൾ എത്ര പേരെ അവശേഷിക്കും യേശുവിൻ്റെ ഇങ്ങനെ ഒരു പഠിപ്പിക്കലിന് മുന്നിൽ? അവിടെ 12 പേര് മാത്രമാണ്. ദൂരേക്ക് മറയുന്ന ജനക്കൂട്ടത്തെ നോക്കി ഇങ്ങനെ തലചൊറിഞ്ഞ് നിൽക്കുന്ന ശിഷ്യന്മാർ. ഇത്രയധികം ആളുകൾക്ക് തെറ്റുകയും ഇത്രയും കുറച്ചു പേർക്ക് മാത്രം ശരിയാവുകയും ചെയ്യുമെന്ന് സാധ്യമാണ്. അതാണ് സമ്മർദ്ദം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം യഥാർത്ഥത്തിൽ സുവിശേഷ കഥയിലെ തന്നെ ഒരു വഴിത്തിരിവാണ്. ഇതെത്ര നാടകീയമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരൊറ്റ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശുവിനെ അനുഗമിക്കാൻ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഒടുവിൽ അത് വെറും 12 പേരായി ചുരുങ്ങിയതായിട്ട് നമുക്ക് കാണാം. തുടക്കത്തിൽ 5000 പേരെ തീറ്റിപ്പൊറ്റുന്ന യേശു, ശേഷം അവിടുത്തെ പിടിച്ച് രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു ജനക്കൂട്ടം, ഒരിക്കൽ തങ്ങളെ രാജാവാക്കണമെന്ന് പറഞ്ഞ ഈ ആളുകൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതെ, അവൻ പറഞ്ഞ വാക്കുകൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ അവരിറങ്ങിപ്പോവാണ്. ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുക. അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ അവർ ജനപ്രീതിയുടെ അലകളിൽ സഞ്ചരിക്കുകയായിരുന്നു. യേശുവിൻ്റെ ജനപ്രീതി, അത്ഭുതം, അവർക്ക് അപ്പവും മീനും വിളമ്പാൻ കഴിഞ്ഞത്, ഇതെല്ലാം ഓർത്തു നോക്കി. ഇപ്പോൾ ഈ അധ്യായത്തിൻ്റെ അവസാനത്തോടെ അവർ എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. പൊതുജനവികാരം പൂർണ്ണമായിട്ടും മാറി, അത് അവർക്ക് മൊത്തം എതിരായിരിക്കുന്നു. അപ്പോൾ ഇത് യേശുവിന് ജനക്കൂട്ടത്തെ നഷ്ടപ്പെടുന്നൊരു അധ്യായമാണ്. യേശു എന്ത് നടപടിയാണ് ഉടനടി സ്വീകരിക്കുന്നത്? ഒന്നുമില്ല. അവിടുന്ന് അവരെ പോകാൻ അനുവദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് അവരെ പോകാൻ അനുവദിക്കുന്നത്? കാരണം അവിടുന്ന് ചെയ്യുന്നത് ജനക്കൂട്ടത്തെ അരിച്ചെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നിത്യജീവന് വേണ്ടി ഇതിലെത്ര പേരുണ്ട്? ജനക്കൂട്ടത്തിൽ നിന്ന് ആരാണ് യഥാർത്ഥത്തിൽ തൻ്റേതെന്നും ആരാണ് തങ്ങൾക്ക് അനുയോജ്യമാകുന്നിടത്തോളം മാത്രം താല്പര്യം കാണിക്കുന്നതെന്നും വേർതിരിച്ചറിയാൻ അവിടുന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ രീതിയിൽ പറയുകയാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെങ്കിലും യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളും അകന്നു പോകണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും. അതാണ് ഇവിടെ കൃത്യമായിട്ട് സംഭവിക്കുന്നത്. അവർ പോകുന്നു. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളും പിന്തിരിഞ്ഞു പോകുമോ? യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ യേശു തൻ്റെ സ്വന്തം ശിഷ്യന്മാരെ അഭിമുഖീകരിക്കുന്ന ചോദ്യം കൃത്യമായി ഇതാണ്. നിത്യജീവനിലേക്ക് നയിക്കുന്ന വചനങ്ങൾ നിന്റെ പക്കലുണ്ടെന്ന് യേശുവിൻ്റെ ചോദ്യത്തോടുള്ള പത്രോസിൻ്റെ മറുപടിയുണ്ട്. ഈ പ്രതികരണത്തിൽ നിത്യജീവനാണ് നമുക്കായി ഒരുങ്ങിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന പത്രോസിനെ കാണാം. ഈ അധ്യായത്തിൽ 4 തവണ യേശു നിത്യജീവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 77-ാം വാക്യം, നശ്വരമായ ആഹാരത്തിനായിട്ടല്ല നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് അധ്വാനിക്കുവിൻ. 40-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. 47-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 54-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ അവനെ അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു വീണ്ടും വീണ്ടും ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നിത്യജീവൻ. ഇവിടെയാണ് ജനക്കൂട്ടം കർത്താവിനെ വിട്ടുപോകുന്നത്. യേശു ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പത്രോസ് പറയുന്നുണ്ട്, യേശുവേ, നിൻ്റെ അടുത്താണ് നിത്യജീവൻ, ഞങ്ങൾ മറ്റാരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനം നിൻ്റെ അടുത്താണുള്ളത്. അനേകം ആളുകൾ യേശുവിനെ വിട്ടുപോകുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മോട് രക്ഷകന് ഇന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോകണമോ? വാട്ട്സ് അവർ ചോയ്സ്? നിങ്ങളുടെ മറുപടി ഇതായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം നിത്യജീവനിലേക്ക് നയിക്കുന്ന വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു.
അപ്പോൾ ഈ 12 പേര് മാത്രം അവശേഷിക്കും, ബാക്കി പ്രിയപ്പെട്ടവരൊക്കെ അകന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മാതാവിനെയും പിതാവിനെയും എല്ലാം ഉപേക്ഷിക്കണം എന്ന്. അപ്പോൾ അവിടെ ഈ ഒരു ചോയ്സ് ഉണ്ട്. ചോയ്സാണ് നമ്മളാക്കി മാറ്റുന്നത്. അമേരിക്കക്കാരനായ ലാൻസ് ആംസ്ട്രോങ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൈക്കിൾ താരങ്ങളിൽ ഒരാളായിരുന്നു. കഠിനമായ പരിശ്രമത്തിലൂടെ അദ്ദേഹം വലിയ വിജയങ്ങൾ നേടി. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. പക്ഷെ അതിനെ പോലെ അതിജീവിച്ച് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൈക്കിൾ മത്സരമായ ടൂർ ദെ ഫ്രാൻസ് 7 തവണ ജയിച്ചതായി അദ്ദേഹം അറിയപ്പെട്ടു. ലോകം അദ്ദേഹത്തെ ഒരു പ്രചോദനമായി കണ്ടു, അത്ഭുതമായി കണ്ടു. പക്ഷെ പിന്നീട് ഒരു വലിയ സത്യം പുറത്തു വന്നു. വർഷങ്ങളോളം അദ്ദേഹം പ്രകടനം മെച്ചപ്പെടുത്താൻ നിരോധിത മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്തതായി അന്വേഷണങ്ങളിൽ തെളിഞ്ഞു. തൻ്റെ വിജയങ്ങൾ സത്യസന്ധമായ പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് ആളുകളെ അദ്ദേഹം വിശ്വസിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് മുൻപിൽ ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഒന്ന്, സത്യം അംഗീകരിച്ച് തൻ്റെ പരിമിതികളും തെറ്റുകളും സമ്മതിക്കുക. 2, പ്രശസ്തവും വിജയവും സംരക്ഷിക്കാൻ അസത്യത്തിൻ്റെ വഴി തുടരുക. അദ്ദേഹം 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അവസാനം അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ റദ്ദാക്കി, ബഹുമതികൾ നഷ്ടപ്പെട്ടു. ലോകത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ മേൽ തകർന്നുപോയി. ഒരിക്കൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിരുന്ന ഒരാൾ തൻ്റെ തെറ്റായ തീരുമാനങ്ങളാൽ അപമാനത്തിൻ്റെ ഒരു അധ്യായമായി മാറി. ലാൻസ് ആംസ്ട്രോങ്ങിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ വീഴ്ചകൾ പലപ്പോഴും ഒരു വലിയ തീരുമാനത്തിൽ നിന്നല്ല തുടങ്ങുന്നത്, ചെറിയ ഒരു തെറ്റായ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. സത്യത്തിന് പകരം കള്ളം, ആത്മാർത്ഥതയ്ക്ക് പകരം പ്രതിച്ഛായ, വിനയത്തിന് പകരം അഭിമാനം. ലോകം കാണുന്ന വിജയം മാത്രം ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയമല്ല. കാരണം മനുഷ്യൻ ലോകത്തിൻ്റെ മുഴുവൻ പ്രശംസ നേടിയാലും തൻ്റെ ഉള്ളിലെ സത്യവും സമാധാനവും നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് പ്രയോജനം? നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇന്നത്തെ ഒരു തീരുമാനം നാളത്തെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തും. ഈ ലോകത്തിലെ പേര്, പ്രശസ്തി, സമ്പത്ത് എല്ലാം ഒരു നാൾ അവസാനിക്കും. പക്ഷേ സത്യം, സ്നേഹം, ദൈവവിശ്വാസം എന്നിവ തിരഞ്ഞെടുക്കുന്ന ജീവിതമാണ് നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത്. ശിഷ്യന്മാരുടെ മുൻപിൽ ഉയർന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അവിടെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവർ നടത്തിയത്. 12 പേര് മാത്രം അവശേഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അകന്നുപോയ ജനക്കൂട്ടങ്ങളിൽ ചിലപ്പോൾ പത്രോസിൻ്റെ അമ്മയുണ്ടാകാം, ശിഷ്യന്മാരുടെ പലരുടെയും ഭാര്യമാരുണ്ടാകാം, ശിഷ്യന്മാരുടെ പലരുടെയും മാതാപിതാക്കളുണ്ടാകാം. ഇവരൊക്കെ അകന്നു പോകുമ്പോഴും അവിടെ കർത്താവ് അതിന് മുൻപത്തെ അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടതിനെയും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവണം. കാരണം നിത്യജീവൻ്റെ വചസ്സ് എൻ്റെ പക്കലുണ്ട്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഈ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നതാണോ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സുകൾ ഉയരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.